പ്രതിച്ഛായ എന്ന നിവിൻ പോളി സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. കൂടെ തന്നെ സിനിമയുടെ ഓപ്പണിംഗ് പ്രീസെയിൽ കളക്ഷൻ. അതിന് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡീസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ പ്രതിച്ഛായ സിനിമ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് റെസ്പോൺസുമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് കേരളത്തിൽ നല്ലൊരു നെഗറ്റീവ് റെസ്പോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ മോശമായ ഒരു ഓപ്പണിംഗിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് മാത്രം ഓൾമോസ്റ്റ് 18.60 ലക്ഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 680 ഷോസ് ആണ് കാണാൻ സാധിച്ചത്. കർണാടകയിലൊക്കെ സിനിമയ്ക്ക് ബുക്കിംഗ് ഓൾമോസ്റ്റ് 2.50 ലക്ഷമുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് 2.30 ലക്ഷം. അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 23.40 ലക്ഷമാണ്. പിന്നെ നമ്മുടെ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 3.61 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് സിനിമയ്ക്ക് പ്രീസെയിൽ ആയിട്ട് 27.1 ലക്ഷമാണ് ഓപ്പണിങ്. എന്തായാലും നമ്മുടെ ബേബി ഗേളിന്റെ പ്രീസെയിൽ പോലും എത്താൻ സാധിച്ചിട്ടില്ല പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. എന്തായാലും നമ്മൾ നിവിൻ പോളി സർവമായ സിനിമയിൽ വലിയൊരു കംബാക്ക് അടിച്ചിട്ട് വീണ്ടും ബേബി ഗേള്, വീണ്ടും പ്രതിച്ഛായ, രണ്ട് സിനിമകളും വളരെ മോശമായൊരു ഓപ്പണിംഗ് തന്നെയാണ് പ്രീസെയിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതും സർവമയം എന്ന് പറഞ്ഞ് 150 കോടി ക്ലബിൽ ഇടം പിടിച്ച ആ ഒരു സിനിമയുടെ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം തന്നെയാണ്. ഈ രണ്ട് സിനിമകൾക്കും ഒരു പ്രീസെയിൽ പോലും കാണാൻ സാധിക്കുന്നില്ല ആ ഒരു വിജയത്തിന് ശേഷം. എന്തായാലും നമ്മുടെ പ്രതിച്ഛായ സിനിമയുടെ ഓപ്പണിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് ആദ്യ ദിവസം ടോട്ടൽ 75 ലക്ഷം മാത്രമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 1.5 കോടിക്കടുത്തേക്കാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ മോശമായൊരു മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ വലിയൊരു ഓൺലൈൻ പ്രൊമോഷൻസ് ഒന്നും കാണാൻ സാധിച്ചില്ല പ്രതിച്ഛായ സിനിമയെ വെച്ച് പരിശോധിക്കുമ്പോൾ. അപ്പൊ എന്തായാലും വലിയ രീതിയിൽ ഒരു ഹൈപ്പും കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഒരു പ്രീ ടീസർ എങ്ങാണ്ടാണ് പുറത്ത് വന്നത് സിനിമയുടെ റിലീസ് മുമ്പായിട്ട്. പടം കണ്ടവരെന്തായാലും മറക്കാതെ ഈ പടത്തിൽ ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പ്രതിച്ഛായ സിനിമയുടെ കൂടുതൽ കളക്ഷൻ ആയിട്ട്. എന്തായാലും നല്ലൊരു പോസിറ്റീവ് സിനിമയ്ക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ സിനിമ വലിയൊരു ഡിസാസ്റ്ററിലോട്ട് തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. അതും സർവമയ എന്ന് പറഞ്ഞ വമ്പൻ സിനിമയ്ക്ക് ശേഷം വീണ്ടും രണ്ട് സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക്.